അസ്സലാമുഅലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങ ഇഞ്ചി കൊണ്ട് നല്ലൊരു അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാണ് മാങ്ങ ഇഞ്ചി. മാങ്ങയുടെ ഒരു മണവും ഇഞ്ചിയും മാങ്ങയും ചേർന്ന രുചിയുമാണ് ഇതിന്. ഇതുകൊണ്ട് അച്ചാറും ചമ്മന്തിയും ഒക്കെ തയ്യാറാക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. കാന്താരിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളകും ഉപയോഗിക്കാം. ഞാൻ മൺചട്ടിയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കാന്താരിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിക്ക് പകരം മുളക് പൊടിയും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതി അച്ചാർ പൊടി പകുതി മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ അച്ചാർ പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിൽ ജീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. രണ്ടും ഒരുമിച്ച് വറുത്ത് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അച്ചാറായതുകൊണ്ട് ഇത് സെറ്റായി വരുമ്പോൾ കറക്റ്റ് പാകത്തിനായിക്കോളും. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള അച്ചാർ റെഡിയായി. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇഞ്ചി ഇല്ലെങ്കിൽ മാങ്ങ വെച്ചിട്ടും ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. ഇതിനി 2-3 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലേക്ക് തണുത്തതിന് ശേഷം മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.